നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ പട്ടാമ്പി മണ്ഡലത്തിൽ 11 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുക വകയിരുത്തി. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അണ്ടർ ബ്രിഡ്ജിനും പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ നവീകരണത്തിനുമാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ മൂസിൻ MLA നിർദ്ദേശിച്ച 2 പദ്ധതികൾക്കായി 11 കോടി രൂപ അനുവദിച്ചു. കുലുക്കല്ലൂർ പഞ്ചായത്തിന്റെ ദീർഘകാല ആവശ്യമായ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് 6 കോടി രൂപയുടെ അനുമതി ലഭിച്ചു. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിനായി സമർപ്പിച്ച 5 കോടി രൂപയുടെ പദ്ധതിക്കും തുക അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുകൾ നിർമ്മിക്കുകയും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ഓർച്ചാർഡ് ഫാം ടൂറിസത്തിന്റെ ഭാഗമാക്കുമെന്നും MLA അറിയിച്ചു. MLA മുഹമ്മദ് മൂസിൻ നിർദ്ദേശിച്ച മറ്റു 18 പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്ക് ടോക്കൺ പ്രൊവിഷണൽ നൽകിയിട്ടുണ്ട്. പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നടപടി. ക്വാറിയിലേക്കുള്ള ലോറികൾ നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനമാരംഭിച്ച പാറമടിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി റവന്യൂ അധികൃതർക്ക് ജനപ്രതിനിധികൾ നൽകിയിരുന്നു. തുടർന്ന് റവന്യൂ സംഘം സ്ഥലം സന്ദർശിച്ച ശേഷമാണ് നടപടി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന തൊണ്ടിയന്നൂർ പ്രദേശത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ നടന്നു. ഇതിനിടയിൽ ക്വാറിയിൽ പാറ പൊട്ടിക്കൽ ആരംഭിച്ചു. തുടർന്ന് കല്ലുകൾ കയറ്റിപ്പോകുകയും ചെയ്തു. ഇതോടെയാണ് പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്വാറി വിരുദ്ധ ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം കൂടുതൽ കടുപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറിയിലേക്ക് വന്ന വാഹനങ്ങൾ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500ഓളം പേർ രാവിലെ മുതൽ റോഡിൽ നിലയുറപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. തുടർന്നാണ് തഹസിൽദാർ ബിന്ദു, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സയ്യിദ് മുഹമ്മദ് എന്നിവരടങ്ങുന്ന റവന്യൂ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിച്ചത്. വനംവകുപ്പിന്റെ സ്ഥലത്തിലൂടെ ആദ്യം ക്വാറിയിലേക്കുള്ള വഴിവെട്ടിയെന്ന പരാതിയെ തുടർന്ന് വനംവകുപ്പ് സംഘം സ്ഥലം അളന്ന് വഴി അടച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ക്വാറിയിലേക്ക് പുതിയ വഴി വെട്ടിയിരിക്കുകയാണ്. ഭൂരേഖയിൽ പറഞ്ഞ പ്രകാരമല്ല നിലവിൽ വഴി ഉണ്ടാക്കിയിട്ടുള്ളതെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു. താൽക്കാലികമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചതായും അവർ അറിയിച്ചു. പ്രദേശത്ത് ക്വാറിയുടെ പ്രവർത്തനം മൂലം കേടുപാടുകൾ സംഭവിച്ച വീടുകളും സംഘം പരിശോധിച്ചു. നിയമവിരുദ്ധമായി സംബന്ധിച്ച കോടതി ഉത്തരവിന്മേലാണ് ക്വാറി നടത്താൻ ഉടമ ശ്രമിച്ചതെന്നും എന്ത് വില കൊടുത്തും ജനാധിപത്യപരമായ സമരത്തിലൂടെ ക്വാറിയുടെ പ്രവർത്തനത്തെ നേരിടാമെന്നും ക്വാറി വിരുദ്ധ ജനകീയ പ്രക്ഷോഭ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഒരു കാര്യം തറപ്പിച്ചു പറയാം, ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഈ വന്ന ആളുകൾ, നിരവധി ആളുകൾ രാവിലെ മുതൽ വന്നു. ചില ആളുകൾ വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ട് ചിലർക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇതുവരെ സ്ത്രീകളും കുട്ടികളും അടക്കം, സ്കൂളൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളടക്കം ഇവിടെ നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തത് വലിയ ഒരാവേശമാണ് ഇവിടുത്തെ ജനങ്ങൾക്കാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേ നിലയിൽ തന്നെ നമ്മുടെ പോരാട്ടം നിയമപരമായും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്ത് കൃത്യമായ പരാതികളും മറ്റും നൽകിക്കൊണ്ടുള്ള ആ നിലയിലുള്ള ഇടപെടലും ആവശ്യമെങ്കിൽ ഇനിയും ഒരു വീരേന്ദ്രകുമാരൻ വിചാരിച്ച് പോലീസ് പ്രൊട്ടക്ഷനായി ഇതിന് വന്നാലും നമ്മുടെ ജനാധിപത്യപരമായ പ്രതിഷേധം അതന്നെ ഞങ്ങൾ പറയുന്നത്. അവിടെ അടിച്ചു പൊളിക്കലോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വരണ വണ്ടിയുടെ ചില്ല് തകർക്കലോ ഒന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ, ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഏതൊക്കെ നിലയിൽ അധികൃതരെ അറിയിക്കാൻ വേണ്ടി കഴിയുമോ അതിന് ഈ ജനകീയ സമിതി ആദ്യാവസാനം ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നാളെ നടക്കുന്ന കൂറ്റനാട് നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിന് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ചാലിശ്ശേരി പോലീസ്. ഡിവൈഎസ്പി PC ഹരിദാസ്, ചാലിശ്ശേരി SHO സതീഷ് കുമാർ, തൃത്താല പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കൂറ്റനാട് നഗരത്തിൽ വിന്യസിക്കുക. ആഘോഷ പരിപാടിക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്മിറ്റിയെ തുടർന്നുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ പിരിച്ചുവിടുമെന്നും ഓരോ ആഘോഷ കമ്മിറ്റികളും തങ്ങൾക്ക് ലഭിച്ച സമയക്രമീകരണം കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി.
മുൻകാല നേർച്ച ആഘോഷ സമയങ്ങളിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ ആവശ്യമായ പക്ഷം കരുതൽ തടങ്കലിലാക്കുമെന്നും ചാലിശ്ശേരി SHO മുന്നറിയിപ്പ് നൽകി. അതിനായിട്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഷൊർണൂർ DSP PC ഹരിദാസ് സാറിൻ്റെ നേതൃത്വത്തിൽ 150ഓളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബന്ധ സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ പോലീസ് ബന്ധോബസ്ത് തന്നെ ഈ നേർച്ച ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. ഇതിൽ 28ഓളം ആഘോഷ നേർച്ച കമ്മിറ്റികളാണ് ഈ നമ്മുടെ കൂറ്റാണ്ട് ദേശവസമായ കൂറ്റാണ്ട് നേർച്ചയിൽ കൊണ്ടുവരുന്നത്. അവർക്ക് കൃത്യമായ സമയം അന്ന് കമ്മിറ്റി കൂടിയ സമയത്ത് തന്നെ കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ട്. 4 മണിയോടെ കൂറ്റാട് പള്ളി പരിസരത്ത് എത്തിച്ചേരുന്നതിനായിട്ടാണ് നിർദ്ദേശമുള്ളത്. 10 മണിക്ക് തൃത്താല കൂറ്റാട് റൂട്ടിൽ അവിടെ വാർത്ത അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ നേർച്ച വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ സമയം പലപ്പോഴും സമയ ക്രമീകരണം പാലിക്കാത്തതുകൊണ്ട് വളരെയധികം ഒരു ഡിലേ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കമ്മിറ്റിക്കാർ കൃത്യമായി ഈ സമയം പാലിക്കുക എന്നതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യം. കൂടാതെ ഈ കൂടുതൽ സുരക്ഷ കാണികൾക്ക് സമാധാനപരമായിട്ട് ഇതിൻ്റെ കാഴ്ചക്കാർക്ക് ഈ ദേശോത്സവം കാണുന്നതിനായിട്ട് പോലീസിൻ്റേതായ നിയമ നടപടി ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള മുൻകാല കുറ്റങ്ങൾ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ പേരിൽ നാളെ സ്ഥലത്തുണ്ടെങ്കിൽ അവരുടെ പേരിൽ കരുതൽ നടപടികളുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള പോലീസിന് നടപടികളുണ്ടാകും. അതുകൂടാതെ ഏതെങ്കിലും രീതിയിൽ ഈ ഘോഷയാത്ര പോകുമ്പോൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതൊരു അടിപിടിയിലേക്ക് പോവുകയാണെങ്കിൽ അടിപിടി ഉണ്ടാക്കുന്ന കമ്മിറ്റിക്കാരെ, ഏത് കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്കാരെ തുടർന്നുള്ള ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് പോലീസിൻ്റെ തീരുമാനം. അത് അന്നത്തെ കമ്മിറ്റിയും ആ തീരുമാനം പറഞ്ഞിട്ടുള്ളതാണ്. നല്ല രീതിയിൽ നമുക്ക് നേർച്ച നടത്താം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നേർച്ച നടത്താനായിട്ട് നല്ല സമാധാനപരമായിട്ട് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ കാഴ്ചക്കാരായി വരുന്ന ഈ നേർച്ച നല്ല രീതിയിൽ കാണുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവിധ പിന്തുണയുണ്ടാവണം. ആ പിന്തുണയ്ക്ക് എല്ലാവിധ പിന്തുണയും ചാലിശ്ശേരി പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നതായിരിക്കും. കൂടാതെ ഗതാഗത കൂറ്റനാട് നേർച്ചയുടെ ഭാഗമായി ബുധനാഴ്ച കൂറ്റനാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ചാലിശ്ശേരി പോലീസ് അറിയിച്ചു. ഉച്ചയ്ക്ക് 3 മണി മുതൽ 9 മണി വരെ പട്ടാമ്പി ചാലിശ്ശേരി ഹൈവേയിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളം ഗുരുവായൂർ പെരുമ്പിലാവിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി പെരിങ്ങോട് റോഡിലൂടെ കറുകപ്പുത്തൂർ വട്ടോളി വഴി പോകേണ്ടതാണ്. പട്ടാമ്പി പാലക്കാട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂട്ടുപാത വട്ടോളി കറുകപ്പുത്തൂർ ചാലിശ്ശേരി വഴി പോകണം. തൃത്താല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മേഴത്തൂർ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. പടിഞ്ഞാറങ്ങാടി തണ്ണീർക്കോട് ഭാഗത്തു നിന്നും പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കരിമ്പ തൃത്താല VK കടവ് വഴി പോകണം. പടിഞ്ഞാറങ്ങാടി തണ്ണീർക്കോട് ഭാഗത്തു നിന്നും ചാലിശ്ശേരി പെരുമ്പിലാവ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മല റോഡ് പെരുമണ്ണൂർ ചാലിശ്ശേരി വഴിയും പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ജന്നത്തുൽ ഇസ്ലാം മദ്രസ OSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 2 മണിയോടെ സമാപിച്ചു. വൃക്കരോഗ നിർണയ ക്യാമ്പ്, സൗജന്യ കേൾവി പരിശോധന, സംസാര വൈകല്യ പരിശോധന, ആയുർവേദ പരിശോധന, പല്ല് സംബന്ധമായ ചികിത്സാ പരിശോധന എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂറ്റനാട് ശുഹദാ മഖാം അങ്കണത്തിൽ നടന്ന ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്.
നാളെ നടക്കുന്ന കൂറ്റനാട് നേർച്ചയോടനുബന്ധിച്ച് കൂറ്റനാട് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചാലിശ്ശേരി ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന നടത്തി. ബേക്കറികൾ, ഹോട്ടലുകൾ, നേർച്ചയുടെ ഭാഗമായുള്ള താൽക്കാലിക ശീതളപാനീയ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന ഉച്ചവരെ നീണ്ടു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുഭാഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ്, അനന്തു തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഒരു കാൽ നഷ്ടപ്പെട്ട് കിടപ്പിലായ യുവാവിന് കൃത്രിമ കാൽ നൽകി മാതൃകയായി മുസ്തഫ. ദേശമംഗലം തലശ്ശേരി 13-ാം വാർഡിൽ പനിയൂർ വളപ്പിൽ ശാരദയുടെ മകൻ 43 വയസ്സുള്ള രാജേഷിനാണ് കൃത്രിമ കാൽ നൽകിയത്. 1 വർഷം മുമ്പ് ഷുഗർ മൂലം രാജേഷിന്റെ വലതുകാൽ മുട്ടിനുമീതെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. അതോടെ കുടുംബത്തിലെ ഏക അത്താണിയായ രാജേഷ് കിടപ്പിലായതിനെ തുടർന്ന് 85 വയസ്സ് പ്രായമുള്ള അമ്മയുടെയും മകന്റെയും ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാവുകയായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെയും പൊതുപ്രവർത്തകനായ യഹിയ കാസിമിന്റെയും നേതൃത്വത്തിൽ രാജേഷിന്റെ ദയനീയ അവസ്ഥ മിഡിൽ ഈസ്റ്റ് കമ്പനിയുടെ ഡയറക്ടറും പെരിന്തൽമണ്ണ സ്വദേശിയുമായ മുഹമ്മദ് മുസ്തഫയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത് എന്തായാലും ഇവിടെ ഉള്ള നാട്ടുകാരുടെ ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ കൊണ്ടാണ് ഇവർ നമ്മളടുത്ത് എത്തുന്നതും നമുക്കിതുപോലൊരു കാര്യത്തിൽ പങ്കെടുക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്ത് ഇവരെ സഹായിക്കാനും പറ്റുന്നത് ഇവർ കാരണമാണ്. അതിലെന്തുകൊണ്ടും ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട്. അപ്പോൾ അതിനൊരു അവസരം തന്ന നാട്ടുകാർക്ക് ശരിക്കും നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ശരിക്കും ഞങ്ങൾക്കൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്തഫ അത് ഏറ്റെടുത്ത് സൗജന്യമായി രാജേഷിനെ കൃത്രിമകാൽ നിർമ്മിച്ചു നൽകാൻ തയ്യാറാവുകയായിരുന്നു. തുടർ ചികിത്സക്കുള്ള ധനസഹായവും അവർ കൈമാറി. മുസ്തഫയെ പൊതുപ്രവർത്തകനായ ഹമീദ് തലശ്ശേരിയും വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസും ചേർന്ന് പൊന്നാട അണിയിച്ച് തലശ്ശേരി ഗ്രാമത്തിന്റെ ആദരവ് നൽകി. ഷമീർ ആദം, പുഷ്പരാജൻ എന്നിവർ പങ്കെടുത്തു. പല ആവശ്യങ്ങളും പലരും നമ്മൾ പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ചെയ്തു കൊടുത്തതിൽ വെച്ച് നമുക്ക് ഏറ്റവും മനസ്സിനൊരു സംതൃപ്തി തോന്നിയത് ഈ രാജേഷിന് വേണ്ടി ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കാരണം രാജേഷിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലൊരു ചെറിയൊരു മുറിവായിരുന്നു. ആ മുറിവ് പിന്നെ പഴുത്ത് പുഴുവരിച്ച് സ്വന്തം ശരീരം ദുർഗന്ധം വമിച്ച് അവർക്ക് മണക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ എന്നാണ് ഈ നല്ലവരായ നാട്ടുകാരെ മറ്റൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ രാജേഷിനെ ഇവിടുന്ന് കൊണ്ടുപോകും. CCTV ന്യൂസ്, തളി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ യൂത്ത് ലൈബ്രറിയുടെ സഹകരണത്തോടെ കലാജാഥ സംഘടിപ്പിച്ചു. പെരിങ്ങോട് വെച്ച് നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP റെജീന അധ്യക്ഷത വഹിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PV പ്രിയ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, യുവജനക്ഷേമ ബോർഡ് അംഗം ഷിനിൽ മന്ദിരാട്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനങ്ങളെയാകെ അണിനിരത്തുന്ന മാതൃക കേരളത്തിൻ്റെതായിരുന്നു. അതിനു പുറമെ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനും എക്സൈസ് മന്ത്രി സഹാധ്യക്ഷനുമായി, പിന്നെ ജില്ലാ, അതുപോലെ നിയോജക മണ്ഡലം, പഞ്ചായത്ത്, വാർഡ്, വിദ്യാഭ്യാസ സ്ഥാപന തലത്തിൽ ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ലഹരി സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ലഹരിയും ലഹരി കടത്തുകാരെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പർ എക്സൈസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുവഴി വിവരം കൈമാറാം. വിവരം കൈമാറുന്നവരുടെ പേര് രഹസ്യമാക്കി വയ്ക്കും. എക്സൈസിന്റെ റെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ഇങ്ങനെ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ തന്നെ ഇപ്പൊ കേരളത്തില് 2 പ്രതികൾ അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വിവരം അന്വേഷിച്ച് പോയി അൻഡമാൻ വരെ നമ്മുടെ എക്സൈസ് സേന എത്തുകയുണ്ടായി.
അണ്ടമാനിൽ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണ ഏജൻസി ലഹരി മരുന്ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആർട്സ് ഫെസ്റ്റ് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കിൽബ ആർട്ട് ഫെസ്റ്റ് 2K24 എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിന്റെ ഓൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ നിർവഹിച്ചു. ഒരു ഗോത്രവർഗത്തിന്റെ പേരുണ്ട്, അവർ കലാരംഗത്ത് സജീവമായുള്ളൂ. ഓക്കെ, അപ്പം ഞാനും ഈ കിൽബ എന്ന് കേട്ടപ്പോൾ അത് ചിലപ്പോൾ K ഒന്നിനെ റെപ്രസെൻ്റ് ചെയ്യും, I ഒന്നിനെ റെപ്രസെൻ്റ് ചെയ്യും, L അങ്ങനെ നമ്മൾ പോലീസ് എന്നൊക്കെ പറയുന്ന മാതിരി ഷോർട്ട് ഫോമിൻ്റെ അബ്രിയേഷൻ ആണെന്ന് വിചാരിച്ചു. അതല്ല, കിൽബ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു ഗോത്രവർഗമാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗക്കാരുള്ള ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. അട്ടപ്പാടി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ അട്ടപ്പാടി എൻ്റെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. അപ്പോൾ ആ ഗോത്രവർഗം അവർ സാംസ്കാരിക രംഗത്തൊക്കെ പിന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടി ആ പിന്നോക്ക വർഗത്തോടുള്ളൊരു ഐക്യദാർഢ്യ പ്രകടനം കൂടിയാണ് നിങ്ങളുടെ ഇന്നത്തെ ആർട്സ് ഫെസ്റ്റിന് ആ പേര് നൽകാൻ ഇടയായത് എന്നറിഞ്ഞതിലും ഏറെ സന്തോഷമുണ്ട്. കിൽബ ആർട്സ് ഫെസ്റ്റ് 2K24. പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ഭഗത് മാനുവൽ മുഖ്യാതിഥിയായി. അവൻ്റെ കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ വെറുതെ ധൂത്തി കൊടുത്ത് മുണ്ട കൊടുത്തിറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വൃത്തിക്ക് വന്നതന്നെ. സോറി കേട്ടോ. എന്തായാലും എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇത്രയും അടിപൊളി ഒരു ക്യാമ്പസിലേക്ക് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. 2 മൂലയ്ക്ക് നിന്നുകൊണ്ട് ഇത്രയും നേരം 2-3 ഗ്രൂപ്പുകൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളേജ് കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എൻ്റെ കൂട്ടുകാരാണ്. മലർവാടി തൊട്ട് ഞാൻ ജനിച്ച അന്ന് മുതലുള്ള എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് എനിക്ക്. ആ കൂട്ടുകാരാണ് എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തിയത്. ഫൈൻ ആർട്സ് അഡ്വൈസർ ഡോക്ടർ ഷാ, വൈസ് പ്രിൻസിപ്പൽ ദിലീപ് CD, ചെയർമാൻ മുഹമ്മദ് സഹൽ, ജനറൽ സെക്രട്ടറി കിരൺജിത്ത്, യൂണിയൻ അഡ്വൈസർ റോയ്, സ്റ്റാഫ് എഡിറ്റർ രമ K, ഫൈൻ ആർട്സ് സെക്രട്ടറി ഷഹ്മ ഷെറിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വൈസ് പ്രിൻസിപ്പൽ CD ദിലീപിന്റെ ഗാനാലാപനവും വിവിധ കലാപരിപാടികളും നടന്നു. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.